പൃഥ്വിരാജും അതിഥി ബാലനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് തനു ബാലക്കിന്റെ സംവിധാനത്തിൽ ആമസോൺ പ്രൈമിൽ റിലീസായ സിനിമയാണ് കോൾഡ് കേസ്. അന്വേഷിച്ചിട്ടും തെളിയിക്കാൻ വേണ്ട എവിഡൻസ് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരികയും അങ്ങനെ 3 വർഷത്തിലധികം അതേ നിലയിൽ തുടരുകയും ചെയ്യുമ്പോഴാണ് ഒരു കേസിനെ കോൾഡ് കേസ് എന്ന് വിളിക്കുക എന്നാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ മനസ്സിലായത്. എന്നാൽ പേരിനോട് നീതി പുലർത്തുന്ന, പ്രേക്ഷകരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒന്നാണോ കോൾഡ് കേസ് എന്ന ഈ സിനിമ? നമുക്ക് നോക്കാം ഇന്നത്തെ മല്ലു അനലിസ്റ്റിലൂടെ. അനാലിസിസ് ആയതുകൊണ്ട് വീഡിയോയിൽ സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. നമുക്ക് ആദ്യം തിരക്കഥ തന്നെ നോക്കാം. ഒരേ സമയം 2 ട്രാക്കുകളിലൂടെയാണ് സിനിമ നീങ്ങുന്നത്. ഒന്ന് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ട്രാക്കും രണ്ടാമത്തേത് ഒരു ഹൊറർ ട്രാക്കും. ഇതിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിന്റെ കാര്യത്തിൽ തോന്നിയൊരു പോസിറ്റീവ് തുടക്കത്തിൽ കഥയ്ക്ക് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടായിരുന്നു എന്നതാണ്. വിക്ടിം ആരുമില്ലാത്ത ഒരാളായിരിക്കാം എന്ന നിഗമനത്തിലെത്തുന്നതും പ്രോസ്തെറ്റിക് പല്ലിന്റെ അടിസ്ഥാനത്തിൽ വിക്ടിം ആരാണെന്ന് കണ്ടുപിടിക്കുന്നതുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. എന്നാൽ അതിനുശേഷം കൊലയാളിയിലേക്ക് എത്തുമ്പോൾ എല്ലാം വളരെ സിമ്പിൾ ആയി പോയതുപോലെയാണ് അനുഭവപ്പെട്ടത്. അതിന്റെ പ്രധാന കാരണം കൊലയാളിയെ ഇന്റലിജന്റ്, ക്രിയേറ്റീവ് എന്നൊക്കെ സിനിമയിൽ പോലീസുകാർ പറയുന്നുണ്ടെങ്കിലും ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് അങ്ങനെയല്ല അനുഭവപ്പെട്ടത്. തന്നിലേക്ക് നയിക്കുന്ന ഒരു തെളിവും അവശേഷിപ്പിക്കാതിരിക്കുക എന്നതായിരിക്കും ഒരു കൊലയാളിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ കൊലയാളിയെ ക്ലെവർ എന്ന് നമ്മൾ പറയുക. എന്നാൽ ആധാർ കാർഡിൽ വിക്ടിമിന്റെ ഫോട്ടോയ്ക്ക് പകരം സ്വന്തം ഫോട്ടോ വെച്ച് സ്ഥലം വിൽപ്പന നടത്തി അത്രയും വലിയൊരു തെളിവ് പിന്നീടത്തേക്ക് അവശേഷിപ്പിച്ച കൊലയാളി ഒട്ടും ക്ലെവർ അല്ല എന്നാണ് തോന്നിയത്. വിക്ടിം മരിച്ചതിന് ശേഷമാണ് അവരുടെ സ്ഥലം വിൽപ്പന നടന്നതെന്ന ആ ഒരൊറ്റ പോയിന്റ് മതി വളരെ ഈസിയായി പോലീസിന് പ്രതിയെ പിടിക്കാൻ. കൊലയാളി ചെയ്ത അടുത്ത വലിയ മണ്ടത്തരം വാരണാസിയിൽ നിന്നുള്ള യാത്രയ്ക്കിടെ അലൻസിയറുടെ കഥാപാത്രവുമായി കമ്പനിയായി സംസാരിച്ചതാണ്. അതും താൻ ആരുടെ പേരിലാണോ ആൾമാറാട്ടം നടത്തുന്നത് ആ പേരിൽ തന്നെ സ്വയം പരിചയപ്പെടുത്തിയൊക്കെ. കുറച്ച് ബുദ്ധിയുള്ള ഒരാൾ അപ്പോൾ ആരോടും ഇന്ററാക്ട് ചെയ്യാതിരിക്കാനായിരിക്കും ശ്രമിക്കുക. കൂടാതെ അലൻസിയറുടെ കഥാപാത്രത്തിൽ നിന്നും പൃഥ്വിരാജിന്റെ സത്യജിത്തിന് കിട്ടുന്ന സഹായം വളരെ ലേസി ആയിട്ടുള്ള ഒരു എഴുത്തായാണ് ഫീൽ ചെയ്തത്. വാരണാസിയിൽ നിന്നും തിരിച്ചു വരുന്ന ഒരുപാട് തീർത്ഥാടകരിൽ സത്യജിത്തിന്റെ അമ്മാവനും ഉണ്ടാവുക. അയാൾ കൃത്യം പ്രതി കയറി അതേ ബസ്സിൽ കയറുക, പ്രതിയുമായി കമ്പനിയാവുക. ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നല്ല, പക്ഷെ ഒരു ത്രില്ലർ സിനിമയിൽ കുറച്ചുകൂടി പ്രേക്ഷകരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ കേസ് തെളിയിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുക. ഷോർട്ട് ഹെയറുള്ള 2 കഥാപാത്രങ്ങളെ കാണിച്ച് പ്രേക്ഷകരെ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിച്ചതും അത്ര എഫക്റ്റീവായി തോന്നിയില്ല. വിക്ടിം വാടകയ്ക്ക് താമസിച്ച വീടിന്റെ ഉടമ കൊടുക്കുന്ന ഫോട്ടോ പതിപ്പിച്ച ക്യൂബ്, അവരുടെ കൂടെ താമസിച്ച രേഖ എന്ന കഥാപാത്രം, ഇതൊക്കെ ഒരു സിഗ്നിഫിക്കൻസും ഇല്ലാതെ പോയതും ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി എന്ന നിലയ്ക്ക് സിനിമയുടെ നിറം കെടുത്തുകയാണ് ചെയ്തത്. ഇനി ഹൊറർ ട്രാക്കിലേക്ക് വന്നാൽ അതും അത്ര എഫക്റ്റീവ് ആയില്ല എന്നാണ് തോന്നിയത്. അനാവശ്യമായ കുറെ ജംപ് സ്കെയറുകൾ, പിന്നീട് ഒരു പ്രാധാന്യവും ഇല്ലാത്ത പാവക്കുട്ടിയെ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നത്, കിണറ് ഫോക്കസ് ചെയ്യുന്നത്, ഇതൊക്കെ പുതുമയില്ലാത്ത കാര്യങ്ങളായാണ് അനുഭവപ്പെട്ടത്. പ്രേതവുമായി സംസാരിക്കാൻ വരുന്ന കഥാപാത്രത്തിനൊക്കെ വലിയ ബിൽഡപ്പ് കൊടുത്ത് എന്നാൽ ഒരു ഡെപ്തുമില്ലാതെ പോയതും കല്ലുകടിയായി തോന്നി. അതിഥി ബാലന്റെ കഥാപാത്രമായ മേധയുടെ അമ്മായിയമ്മയെ പ്രേതം പേടിപ്പിക്കുന്നതും അവരുടെ ഗുരുജിയുടെ ഫോട്ടോയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതും വേലക്കാരിയിലേക്ക് സംശയം തോന്നുന്ന രീതിയിൽ പ്രസന്റ് ചെയ്തതുമൊക്കെ ചീപ്പ് ട്രിക്കുകളായാണ് അനുഭവപ്പെട്ടത്. മേധയുടെ അനിയത്തിയുടെ കഥാപാത്രത്തിനും അവരുടെ കഥയ്ക്കും സിനിമയിൽ എന്ത് സിഗ്നിഫിക്കൻസ് ആണുള്ളത് എന്നതും മനസ്സിലായില്ല. സിനിമയുടെ കഥയുമായി ഒരു ബന്ധവുമില്ലാത്ത അനിയത്തിയുടെ കഥാപാത്രത്തിന്റെ ഫോട്ടോ പൊട്ടുന്നത് കാണിച്ച് സിനിമ അവസാനിപ്പിച്ചതിന്റെ പ്രസക്തിയും എന്താണെന്ന് മനസ്സിലായില്ല. ഇനി സിനിമയുടെ മേക്കിങ്ങിലേക്ക് വന്നാൽ ഓവറോൾ മേക്കിംഗ് നല്ലതായിരുന്നെങ്കിലും കുറെ പ്രശ്നങ്ങൾ ഉള്ളതായും അനുഭവപ്പെട്ടു. ബി റോൾസ്, അതായത് സിനിമയുടെ മെയിൻ സീനുകൾക്കിടയിൽ വരുന്ന സപ്ലിമെന്ററി ഷോട്ട്സ് ഒക്കെ വളരെ ലേസിയായി ഉപയോഗിച്ചതുപോലെയാണ് ഫീൽ ചെയ്തത്. സമയം ഫിൽ ചെയ്യുക എന്നതിലുപരി അതൊന്നും വലിയ രീതിയിൽ സിനിമയുടെ ടോണിനെയോ കഥയെയോ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തോന്നിയില്ല. ലൈറ്റിംഗിന്റെ കാര്യത്തിൽ മൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൽ സീനുകളുടെ കണ്ടിന്യൂറ്റിയിൽ ചെറിയ ചില പ്രശ്നങ്ങൾ വന്നതുപോലെ തോന്നി. ഉദാഹരണത്തിന് മേധയും ഫ്രണ്ടും സാറ എന്ന കഥാപാത്രത്തെ കാണാൻ പോകുമ്പോൾ പുറത്ത് പകൽ പോലെയാണ് ഫീൽ ചെയ്യുക. എന്നാൽ അവര് ബാൽക്കണിയിൽ കാണുമ്പോൾ സന്ധ്യാസമയം പോലെയാണ് ഫീൽ ചെയ്യുക. മറ്റൊന്ന് 2 സീനുകളിലും ഈ ഒരു പ്രശ്നം അനുഭവപ്പെട്ടു. പൂർണ്ണമായും കട്ട് ചെയ്ത് നീക്കാവുന്ന ചില സീനുകളും സിനിമയിൽ ഉള്ളതുപോലെ തോന്നി. ഉദാഹരണത്തിന് ഒരു പാർട്ടിക്കിടെ സീനിയർ പോലീസ് ഓഫീസറിനോട് സത്യജിത്ത് അതുവരെ നടന്ന കാര്യങ്ങൾ പറയുന്നത്, അതൊക്കെ പ്രേക്ഷകർക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ എഡിറ്റർക്ക് എഡിറ്റ് ചെയ്ത് കളയാമായിരുന്നു. ചില സീനുകൾ ഒരു തുടർച്ചയില്ലാതെ പെട്ടെന്ന് എൻഡ് ചെയ്ത പോലെ തോന്നിയിരുന്നു. ഉദാഹരണത്തിന് സാറാ സക്കായ് വിക്ടിമിന്റെ പേരെഴുതുന്ന സീനും മേധയും മോളും കിടക്കുന്ന മുറിയിൽ വെള്ളം നിറയുന്ന സീനുമൊക്കെ അങ്ങനെ തോന്നി. അതുപോലെ ക്ലൈമാക്സിന് മുമ്പ് സത്യജിത്ത് ഒരു പ്രസന്റേഷനിലൂടെ ബ്രീഫ് ചെയ്യുന്ന സീനിലെ തുടക്കത്തിലെ ഭൂരിഭാഗം കാര്യങ്ങളും ഓൾറെഡി പ്രേക്ഷകർക്ക് അറിയാവുന്നതായതുകൊണ്ട് തന്നെ ബോറിംഗ് ആയാണ് അനുഭവപ്പെട്ടത്. ഇനി ഡയലോഗ്സിലേക്ക് വന്നാൽ പലപ്പോഴും ഡയലോഗ്സിലൂടെ മാത്രം കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒഴിവാക്കി കുറച്ചുകൂടി ഇന്നോവേറ്റീവായി എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് തോന്നി. കൂടാതെ എഴുത്തുകാരൻ അറിയാവുന്ന പല കാര്യങ്ങളും കഥാപാത്രങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് പോലെ അനുഭവപ്പെട്ടു. ഉദാഹരണത്തിന് വിക്ടിമിന്റെ കയ്യിൽ കുടുങ്ങിയ മുടി കൊലയാളിയുടേതായിരിക്കില്ലേ എന്ന് ജൂനിയർ പോലീസ് ഓഫീസർ ചോദിക്കുമ്പോൾ സത്യജിത്ത് കൊടുക്കുന്ന മറുപടിയൊക്കെ അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. വിക്ടിമിന്റെ കഥാപാത്രവുമായി സിനിമയ്ക്ക് കണക്ട് ചെയ്യാൻ പറ്റാതെ പോയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വന്ന പാട്ടും അത്ര എഫക്റ്റീവായി തോന്നിയില്ല. അവസാനം കാണിക്കുന്ന കൊലപാതകവും നല്ല ലാഗായാണ് ഫീൽ ചെയ്തത്. സിനിമയുടെ BGM ഈയിടെ ഇറങ്ങുന്ന ഹൊറർ ത്രില്ലർ സിനിമ
ഫിലിമുകളുടെ BGMന്റെ ഒരു വേരിയേഷൻ എന്നതിലുപരി അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല. അഭിനയത്തിലേക്ക് വന്നാൽ പ്രധാന സ്ത്രീ അഭിനേതാക്കളുടെ അഭിനയം നല്ലതായിരുന്നെങ്കിലും ഡബ്ബിംഗിലെ പ്രശ്നം അവരുടെ പ്രകടനത്തെ ബാധിച്ചതായാണ് അനുഭവപ്പെട്ടത്. പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പൃഥ്വിരാജിനും അഭിനയത്തിലൂടെ വലിയ ഇമ്പാക്റ്റ് ഒന്നും നൽകാൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ ആവശ്യത്തിലധികം സ്റ്റിഫായി അഭിനയിച്ചതായും ഫീൽ ചെയ്തു. ഒരു പോലീസുകാരൻ എന്നതിലുപരി ആ കഥാപാത്രത്തിന് ഒരു വ്യക്തിത്വമൊന്നും എഴുത്തുകാരൻ കൊടുക്കാത്തത് കൊണ്ടുകൂടിയാകാം അത്. മറ്റ് കഥാപാത്രങ്ങൾക്കും ഒരു ഡെപ്ത് ഇല്ലാത്തത് സിനിമയെയും അവരുടെ പ്രകടനത്തെയും ബാധിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആരാണ് കൊലയാളി, ആരാണ് കൊല്ലപ്പെട്ടത് എന്ന ക്യൂരിയോസിറ്റി ത്രൂ ഔട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നത് കൊണ്ട് ഒരു ആവറേജ് ഫീൽ നൽകുന്ന സിനിമയായാണ് കോൾഡ് കേസ് അനുഭവപ്പെട്ടത്. എന്താണ് ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.